വരാനിരിക്കുന്നത് UDF സർക്കാർ. തിരിമറിയില്ലെങ്കിൽ ജയം ഉറപ്പ്. PMA സലാം. 4-ാം തീയതി കഴിഞ്ഞാൽ വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ലീഗ് ഉൾപ്പെടുന്ന UDF സർക്കാരിൻ്റെതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ടൗൺഷിപ്പിലെ വീടുകൾ ഇനി വരാൻ പോകുന്ന UDF സർക്കാരിൻ്റെതാണെന്നും വീടുകളിലെ ചോർച്ചയ്ക്ക് കാരണക്കാരായവരെ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ലീഗ് നൽകിയ വീടുകൾ മാതൃകാപരമാണ്. വയനാട്ടിൽ ഒരു വീട് പോലും CPM-ന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അത് ചെയ്ത ഏക രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണെന്നും PMA സലാം പറഞ്ഞു. സ്ട്രോങ് റൂമുകൾ തുറന്നതും CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വോട്ട് പെട്ടിയിലായ ശേഷം എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ UDF-ന്റെ വിജയം തടയാനാകൂ. അല്ലാത്ത പക്ഷം വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തും. കാലിയായ ഖജനാവും തകർന്ന ക്രമസമാധാന നിലയും പവർക്കെട്ടും ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾക്കിടയിലേക്കാണ് UDF വരുന്നത്. തെരഞ്ഞെടുപ്പ് ഇപ്പോഴായിരുന്നെങ്കിൽ 140 സീറ്റും UDF നേടിയേനെ. UDF-ൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങളില്ല. മുഖ്യമന്ത്രി ആരാകണമെന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടാൽ ലീഗ് അത് ചെയ്യും. എന്നാൽ നിലവിൽ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്നും PMA സലാം കൂട്ടിച്ചേർത്തു.